ഞാനെന്നുള്ളത് തിരുവനന്തപുരത്ത് ആറ്റുകാൽ ക്ഷേത്രത്തിനൊക്കെ സമീപമുള്ള കാലടി ജംഗ്ഷന് സമീപമാണ്. കാലടിയിൽ നിന്ന് കുറച്ചുകൂടെ ഫ്രണ്ടിലേക്ക് വരുമ്പോൾ കുളത്തറ ജംഗ്ഷൻ, അവിടെ നിന്ന് വലത്തേക്ക് സൗത്ത് കാലടി എന്ന് പറഞ്ഞ റോഡ് കാണാം. ആ റോഡ് ഏകദേശം ഒരു 800 മീറ്റർ ഉള്ളിലേക്ക് വരുമ്പോൾ എൻ്റെ പിന്നിൽ കാണുന്ന ഈ ഒരു സ്ഥലം 4.6 സെൻറ്റ് സ്ഥലത്ത് 1900 സ്ക്വയർ ഫീറ്റിൽ വരുന്ന ഇഷ്ടികയിൽ പണി ചെയ്ത ഒരു വീട് വിൽപ്പനയ്ക്കുണ്ട്. നമുക്ക് ഈ വരുന്ന റോഡ് നമ്മുടെ കാലടിയിൽ നിന്ന് ഇങ്ങോട്ടേക്ക് വരുന്ന റോഡാണ് കേട്ടോ. അതിങ്ങനെ വരുമ്പോഴും നമ്മുടെ ഈ പ്രോപ്പർട്ടി ഇങ്ങനെ വരും. ഇവിടെ നിന്ന് ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ഏകദേശം 2 കിലോമീറ്റർ കഴിയുമ്പോൾ അമ്പലത്തറ ചെന്ന് കയറാം. അമ്പലത്തറ മിൽമയുടെ അവിടെ ചെന്ന് കയറാൻ സാധിക്കും. അപ്പോൾ അതായത് ഇവിടെ നമുക്ക് ഹൈവേയിലേക്ക് ബൈപ്പാസിൻ്റെ അവിടേക്ക് ഈസി ആയിട്ട് ചെന്ന് കയറാം ഒരു 2 കിലോമീറ്റർ ഡിസ്റ്റൻസിൽ. ഇത് വന്നിട്ട് ഒരു ഡയറക്റ്റ് ഓണർ സെയിലാണ്. ഇതിനകത്ത് കൊടുത്തിട്ടുള്ളത് ഓണറിൻ്റെ തന്നെ നമ്പറാണ്. നിങ്ങൾക്ക് നേരിട്ട് വിളിച്ച് കാര്യങ്ങൾ ഡീലാക്കാവുന്നതാണ്. ഇതേ മുൻവശം നോക്കിയേ, നമുക്ക് 2 കാർ സുഖമായിട്ട് പാർക്ക് ചെയ്യാവുന്ന രീതിയിൽ മുൻവശത്ത് മുറ്റം കൊടുത്തിട്ടുണ്ട്. ഇത് ടോട്ടലായിട്ട് 4 ബെഡ്റൂം വരുന്ന വീടാണ്. നമുക്ക് ഉള്ളിലുള്ള ദൃശ്യങ്ങൾ കാണാം. അപ്പോൾ നമ്മൾ അകത്തേക്ക് കയറി വരുമ്പോൾ തന്നെ ഇവിടെ ഒരു വരാന്ത സ്പേസ് ഉണ്ട്. ഈ ഒരു പ്രൊവിഷൻ ഇട്ടിട്ടുള്ളത് നമുക്ക് എന്തെങ്കിലും ചെടികളൊക്കെ വെക്കാമെന്നുള്ള രീതിയിൽ ഇവിടെ ഒരു പ്രൊവിഷൻ ഇട്ടിട്ടുണ്ട്. ഇനി അത് വേണ്ടാന്നുണ്ടെങ്കിൽ നമുക്ക് അതിനെ ഒന്ന് കെട്ടിയടച്ചെടുത്ത് കഴിഞ്ഞാൽ ഒരു ഈ ചെരുപ്പൊക്കെ വെക്കാനുള്ള ഒരു റാക്ക് വേണമെങ്കിലും ചെയ്യാൻ സാധിക്കും കേട്ടോ. നമുക്ക് മുൻവശത്ത് നോക്കുമ്പോൾ ഈ വർക്കുകളെല്ലാം ഇതിൻ്റെ കട്ടളയായാലും അതുപോലെ തന്നെ ജനലിൻ്റെ പാളികളായാലും വാതിലായാലും എല്ലാ പണിയും ചെയ്തിട്ടുള്ളത് പ്ലാവിൻ തടിയിലാണ് കേട്ടോ. മുൻവശത്തുള്ള വർക്കുകളെല്ലാം പ്ലാവിൻ തടിയിലാണ് ചെയ്തിട്ടുള്ളത്. ഇതാ ഇരട്ടപ്പാളിയിലാണ് കണ്ടോ, ഇങ്ങനെ 2 പാളിയായിട്ടാണ് നമുക്ക് മുൻവശത്തെ വാതിൽ ചെയ്തിട്ടുള്ളത്. ഇത് പ്ലാവിൻ തടിയിലാണ് ചെയ്തിട്ടുള്ളത് കേട്ടോ. നല്ല മനോഹരമായിട്ടുള്ളൊരു വർക്കാണ്. അപ്പം നമ്മൾ വാതിൽ തുറന്ന് ഉള്ളിലേക്ക് പോകുമ്പോൾ ഇതാ ഇവിടെ ഒരു ലിവിങ് സ്പേസ് ആണ്. നല്ല അടിപൊളിയായിട്ടുള്ളൊരു ലിവിങ് സ്പേസ് ആണ്. ഇതാ ഇവിടെ നമ്മുടെ TV യൂണിറ്റ് സെറ്റ് ചെയ്യാം. ഈ TV യൂണിറ്റ് സെറ്റ് ചെയ്യാനുള്ളത് ഈ ഒരു വർക്ക് ചെയ്തിട്ടുള്ളത് ശരിക്കും പ്ലൈവുഡിൽ ലാമിനേറ്റ് ചെയ്തിട്ടുള്ളതാണ് കേട്ടോ. അതായത് സെഞ്ചുറി പ്ലൈവുഡാണ്. നമുക്ക് ഏകദേശം 20 വർഷത്തോളം വാറണ്ടി തരുന്ന പ്ലൈവുഡ്. അതിൻ്റെ മുകളിൽ ഇതുപോലുള്ള ലാമിനേറ്റഡ് ഷീറ്റ് ഒട്ടിച്ചെടുത്ത വർക്കാണ്. ഇതൊക്കെ ഫുൾ വാറണ്ടിയാണ് കേട്ടോ. അതായത് ഏകദേശം 20 വർഷത്തോളം വാറണ്ടി തരുന്ന സാധനങ്ങളാണ്. നമുക്ക് ഈ വീടിൻ്റെ പണികൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഫുള്ളായിട്ട് ചുടുകല്ലിലാണ് പണി തീർത്തിട്ടുള്ളത്. എല്ലാം പ്രീമിയം ബ്രാൻഡഡ് മെറ്റീരിയൽസാണ് യൂസ് ചെയ്തിട്ടുള്ളത് കേട്ടോ. നമുക്ക് ഈ ടൈലിൻ്റെ വർക്ക് നോക്കുകയാണെങ്കിൽ വലിയ ടൈലുകളാണ് കേട്ടോ. ഇത് കജാറിയുടെ ടൈലാണ് യൂസ് ചെയ്തിട്ടുള്ളത്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ പ്ലൈവുഡ് നോക്കുകയാണെങ്കിൽ സെഞ്ചുറി പ്ലൈവുഡാണ് യൂസ് ചെയ്തിട്ടുള്ളത്. അതിൽ ലാമിനേഷനാണ് ചെയ്തിട്ടുള്ളത് കേട്ടോ. ഇത് നോക്കിയത് ഇവിടെ ഒരു പാർട്ടിഷൻ കൊടുത്തിട്ടുണ്ട്. ഈ പാർട്ടിഷനിൽ നമുക്ക് ചെറിയൊരു ഷോക്കേസ് പോലെയൊക്കെ ഉപയോഗിക്കാവുന്നതാണ്. ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് വരുമ്പോൾ നമ്മുടെ ഡൈനിങ് സ്പേസ് ആണ്. അത്യാവശ്യം വലിയൊരു ഡൈനിങ് ടേബിൾ തന്നെ ഇടാൻ സാധിക്കും. നല്ല വലിപ്പമുള്ള ഒരു ഡൈനിങ് ഏരിയയാണ്. നമുക്കിനി കിച്ചണിലേക്ക് പോകാം. ഇതാണ് നമ്മുടെ കിച്ചൺ. ഇവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഫുള്ളായിട്ട് കവേർഡാണ്. എല്ലാ സ്പേസും ഇതുപോലുള്ള വർക്ക് ചെയ്ത് കവർ ചെയ്തിട്ടുണ്ട് കണ്ടോ. ഫുള്ള് മോഡുലാർ കിച്ചൻ്റെ വർക്ക് ചെയ്തിട്ടുള്ളതാണ്. ഇവിടെ എല്ലാം നോക്കിക്കഴിഞ്ഞാൽ ഫുള്ളായിട്ട് അടച്ചിട്ടെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ ബാക്ക് യാർഡ്. അത്യാവശ്യം സ്പേഷ്യസ് ആണ്. നമുക്ക് പുറത്തേക്ക് ഒന്ന് ഷീറ്റ് കൂടെ ഇട്ട് കഴിഞ്ഞാൽ മീനൊക്കെ കഴുകണമെങ്കിൽ ഇവിടെ വെച്ച് തന്നെ ചെയ്യാൻ പറ്റും. ഇവിടെ തുണിയലക്കാനുള്ള കല്ലും കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. നമുക്ക് എല്ലാ റൂമുകളിലും ഇതുപോലുള്ള സീലിംഗ് വർക്കുകൾ ചെയ്തിട്ടുണ്ട് കേട്ടോ. അതായത് ഫാൾ സീലിംഗ് വർക്കുകൾ ചെയ്തിട്ടുണ്ട്. അതിനകത്ത് ലൈറ്റ് വർക്ക്സും കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഈ ഒരു സ്പേസ് കണ്ടോ. ഇവിടെയും ഒരു കബോർഡ് കണക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ. നമുക്ക് നോർമലി ഇങ്ങനെയുള്ളൊരു ഏരിയയിൽ ആരും കബോർഡ് വർക്കുകൾ ചെയ്ത് കാണിട്ടില്ല. ഇത് നോക്കി ഒരു സ്ലാബ് കൊടുത്തിട്ട് അതിൻ്റെ മുകളിൽ അടച്ചിട്ടെടുത്തിട്ടുണ്ട്. അത് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നൊരു സ്പേസാണ്. അപ്പോൾ ഇനി നമുക്ക് ബെഡ്റൂമിലേക്കുള്ള ദൃശ്യങ്ങളാണ്. ഇതാണ് ആദ്യമായിട്ട് വരുന്ന ബെഡ്റൂം. എല്ലാം നല്ല വലിപ്പമുള്ള റൂമാണ്. എല്ലാ റൂമുകളിലും ഇതുപോലുള്ള കബോർഡുകൾ കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെയുള്ള കബോർഡുകൾ കൊടുത്തിട്ടുണ്ട്. ഈ ബാത്റൂമിൻ്റെ ഡോറൊക്കെ നോക്കി എല്ലാം നല്ല പ്രീമിയം ക്വാളിറ്റിയിലുള്ള ഡോറാണ്. ബാത്റൂമിനകത്തുള്ള ഫിറ്റിങ്സ് എല്ലാം ജാഗ്വാറിൻ്റെ ഫിറ്റിങ്സാണ് യൂസ് ചെയ്തിട്ടുള്ളത്. നമ്മുടെ ലിവിങ് സ്പേസിൽ നിന്ന് തന്നെ അടുത്തൊരു ബെഡ്റൂമിൻ്റെ എൻട്രൻസ് വരുന്നുണ്ട്. നമ്മൾ നേരത്തെ കാണിച്ച ബെഡ്റൂം പോലെ തന്നെയാണ്. ഇതുപോലുള്ള ഒരു കബോർഡ് ഉണ്ട്. 3 പാളിയുള്ള കബോർഡ് പ്ലസ് ഡ്രസ്സിങ് ഏരിയ. ഈ രീതിയിലാണ് ചെയ്തിട്ടുള്ളത്. അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയുള്ള റൂമാണ്. ബാത്റൂമിനെല്ലാം ഏകദേശം ഒരു സെയിം തീമാണ്.
ബാത്റൂമിനകത്ത് നോക്കുവാണെങ്കിൽ നമുക്ക് സീലിംഗ് വരേക്കും ടൈല് കൊണ്ടുപോയിട്ടുണ്ട് കേട്ടോ. ചുമര് ഫുള്ളായിട്ട് ടൈൽ വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പം നമുക്ക് ഈർപ്പം ഒന്നും പിടിക്കാണ്ടിരിക്കും. അപ്പോൾ ഇനി നമുക്ക് ഫസ്റ്റ് ഫ്ലോറിലേക്ക് പോകാം. ഫസ്റ്റ് ഫ്ലോറിലേക്ക് പോകുമ്പോൾ നമ്മുടെ ഈ ചുമരിൻ്റെ അടിയിലുള്ള സ്റ്റെയറിൻ്റെ അടിയിലേക്കുള്ള സ്പേസ് ഫുള്ളായിട്ട് അടച്ചിട്ടെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് നമുക്കൊരു സ്റ്റോറേജ് ഏരിയ ആയിട്ട് ഉപയോഗിക്കാൻ സാധിക്കും. അതുപോലെ തന്നെ സ്റ്റെപ്സ് നോക്കി, സ്റ്റെപ്പിലെല്ലാം ഇതുപോലുള്ള ഗ്രാനൈറ്റ് കൊടുത്തിട്ടുണ്ട്. അത് നമുക്ക് സ്ലിപ്പ് ആവാത്ത ടൈപ്പുള്ള ഗ്രാനൈറ്റാണ് കേട്ടോ. അതുപോലെ നമ്മുടെ സ്റ്റെയർസിലുള്ള റെയിലിങ്ങിൽ ഇതുപോലുള്ള ഗ്ലാസിൻ്റെ വർക്കാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതാണ് നമ്മുടെ ഫസ്റ്റ് ഫ്ലോറിൻ്റെ ലിവിങ് ഏരിയ വരുന്നത്. അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആണ്. ഇവിടെ ഒരു TV യൂണിറ്റിനുള്ള കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട്. അപ്പം നമ്മുടെ ഒരു പ്രൈവറ്റ് ഫാമിലി സ്പേസ് ആയിട്ട് ഈ ഒരു ഏരിയ യൂട്ടിലൈസ് ചെയ്യാം. ഇവിടെ ഒരു വലിയ TV ഒക്കെ വെക്കാനുള്ള പ്രൊവിഷൻ ഇട്ടിട്ടുണ്ട് കേട്ടോ. അതുപോലെ തന്നെ കേബിളിൻ്റെ ലൈനെല്ലാം ഇതുവഴി കൊണ്ടുവരാൻ സാധിക്കും. ഇവിടെ ആയാലും നമുക്ക് ഇതുപോലുള്ള സീലിംഗ് വർക്കുകൾ ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് ഫ്ലോറിൽ നമുക്ക് 2 ബെഡ്റൂംസാണ് വരുന്നത്. ഇതാണ് ആദ്യത്തെ ബെഡ്റൂം. നമ്മൾ നേരത്തെ കാണിച്ച ബെഡ്റൂംസ് പോലെ തന്നെയാണ്, സെയിം വലിപ്പം തന്നെയാണ്. കബോർഡ് വർക്കുകൾ ചെയ്തിട്ടുണ്ട്. ബാത്റൂമിൻ്റെ എല്ലാ വർക്കുകൾ ഏകദേശം ഒരു സെയിം തീമാണ് കേട്ടോ. ഇത് നോക്കി, ബാത്റൂം ഫിറ്റിങ്സ് ഒക്കെ നോക്കുവാണെങ്കിൽ എല്ലാം നല്ല പ്രീമിയം മെറ്റീരിയൽസ് ഉപയോഗിച്ച് പ്രീമിയം ഫിനിഷിലാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതാണ് നമ്മുടെ രണ്ടാമത് വരുന്ന ബെഡ്റൂം. ഇതിലായാലും നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള റൂമാണ്. ഇതുപോലുള്ള കബോർഡ് വർക്കുകൾ ചെയ്തിട്ടുണ്ട്. അതിനകത്ത് നമുക്ക് അത്യാവശ്യം എല്ലാ സാധനങ്ങളും ഇരിക്കുന്ന രീതിയിൽ എല്ലാ റൂമുകളിലും ഇതുപോലുള്ള കബോർഡ് വർക്കുകൾ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് നമ്മുടെ ബാത്റൂമാണ്. ഇത് നമ്മുടെ ബാൽക്കണി സ്പേസ് ആണ്. ഇവിടെ നോക്കുവാണെങ്കിൽ മനസ്സിലാവും ഇതെല്ലാം വന്നിട്ട് പ്ലാവിൻ തടിയിലാണ് വർക്ക് ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ ഡോറായാലും അതിൻ്റെ കട്ടളയായാലും ജനലിൻ്റെ ഈ വർക്കുകളായാലും ഫുള്ളായിട്ട് പ്ലാവിൻ തടിയിലാണ് ചെയ്തിട്ടുള്ളത്. നമുക്ക് ഒരു 2-3 കസേരയൊക്കെ സുഖമായിട്ട് ഇടാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ബാൽക്കണി ഏരിയയാണ്. ഇവിടെ നിന്ന് നമുക്ക് ആ റോഡിൻ്റെ വിഷ്വൽ കാണാൻ പറ്റും കണ്ടോ. റോഡ് നോക്കിയാൽ നല്ല വീതിയുള്ള നല്ല ഫ്രണ്ടേജാണ് നമുക്കുള്ളത്. ഇത് ശരിക്കും നല്ലൊരു അടിപൊളി പ്രീമിയം ലൊക്കേഷനാണ് കേട്ടോ. കാരണം സിറ്റിയിലേക്കൊക്കെ പെട്ടെന്ന് ആക്സസിബിലിറ്റി ഉള്ള സ്ഥലമാണ്. ഇവിടെ നമുക്ക് ആറ്റുകാൽ ക്ഷേത്രത്തിലേക്ക് ഏകദേശം 2 കിലോമീറ്ററാണ് ഡിസ്റ്റൻസ് വരുന്നത്. അതുപോലെ കരമന കയറാനാണെന്നുണ്ടെങ്കിൽ നമുക്ക് NH-ലേക്ക് കയറാനാണെങ്കിൽ ഏകദേശം 2 കിലോമീറ്ററാണ് വരുന്നത്. ഇവിടെ സിറ്റിയിലേക്ക് എവിടെ പോകാനാണെങ്കിലും വളരെ ഈസി ആയിട്ട് നമുക്ക് പെട്ടെന്ന് തന്നെ പോകാനും സാധിക്കും. ഇത് നമ്മുടെ പിൻവശത്തേക്കുള്ള ബാൽക്കണി ഏരിയയാണ്. ഇവിടെയാണ് നമ്മുടെ വാഷിംഗ് മെഷീനൊക്കെ സെറ്റ് ചെയ്യാനുള്ള പ്രൊവിഷൻ ചെയ്തിട്ടുള്ളത്. ഇവിടെ നമ്മുടെ ഇന്നും ഔട്ടും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ പ്ലഗ് പോയിൻറ്റും ചെയ്തിട്ടുണ്ട്. വാഷിംഗ് മെഷീൻ ഇവിടെ വെച്ച് നമ്മുടെ തുണിയെല്ലാം ഈ ഒരു ഏരിയയിൽ വേണമെന്നുണ്ടെങ്കിൽ അലക്കിയതിന് ശേഷം ഉണക്കാനിടാൻ സാധിക്കും. അപ്പോൾ ആ രീതിയിലാണ് ഇവിടെ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ വീടിൻ്റെ ലൊക്കേഷൻ വരുന്നത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ആറ്റുകാൽ ക്ഷേത്രം കഴിഞ്ഞ് വീണ്ടും നമ്മൾ മുന്നിലേക്ക് വരുമ്പോൾ കാലടി ജംഗ്ഷൻ കഴിഞ്ഞ് വീണ്ടും കുറച്ചുകൂടെ മുന്നിലേക്ക് വരുമ്പോൾ കുളത്തറ, അവിടെ നിന്ന് വലത്തേക്ക് കാലടി സൗത്ത് എന്ന് പറഞ്ഞൊരു റോഡ് കാണാം. ആ റോഡിലേക്ക് ഏകദേശം ഒരു 800 മീറ്റർ വരുമ്പോഴാണ് നമുക്ക് ഈ ഒരു പ്രോപ്പർട്ടി വരുന്നത്. ഇത് ടോട്ടലായിട്ട് 4.6 സെൻറ്റ് സ്ഥലത്ത് 1900 സ്ക്വയർ ഫീറ്റിലാണ് വീടിൻ്റെ നിർമ്മിതി വരുന്നത്. ഫുള്ളായിട്ട് ഇഷ്ടികയിലാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇത് വന്നിട്ട് ഒരു ഡയറക്റ്റ് ഓണർ സെയിലാണ്. ഇതിനകത്ത് കൊടുത്തിട്ടുള്ള ഓണറിൻ്റെ തന്നെ നമ്പറാണ്. നിങ്ങൾക്ക് നേരിട്ട് വിളിച്ച് കാര്യങ്ങൾ ഡീലാക്കാവുന്നതാണ്. ഇതിന് ഉദ്ദേശിക്കുന്ന വില 1,10,00,000 രൂപയാണ് ഉദ്ദേശിക്കുന്ന വില. നല്ലൊരു പ്രൈസായിട്ടാണ് എനിക്ക് തോന്നിയത് കേട്ടോ. കാരണം സിറ്റിയിൽ നിന്ന് ഇത്രയും വളരെ അടുത്തായിട്ട്, അതായത് സിറ്റിക്കകത്ത് തന്നെയാണ്, നമുക്ക് എല്ലാ സ്ഥലങ്ങളിലേക്കും നല്ല ആക്സസിബിലിറ്റി ഉള്ള നല്ലൊരു കിടിലൻ ലൊക്കേഷനിലാണ് ഈ ഒരു പ്രോപ്പർട്ടി വരുന്നത്. ഉദ്ദേശിക്കുന്ന വില 1,10,00,000 രൂപയാണ്. താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറിലേക്ക് വിളിച്ച് വേഗം തന്നെ ഡീലായിരിക്കും.